ഞാൻ എന്ത് പറയാൻ എഡിറ്ററിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അഭിനയിക്കാൻ മാത്രമല്ല ഒരു മികച്ച എഡിറ്റർ. പൊന്ന് മക്കളെ ചെറിയൊരു ഓഡിറ്റോറിയ എങ്ങനെയാണ് ഇത്ര എനർജി? ഞങ്ങള് ദൂരെന്ന് വരുന്ന സമയത്ത് ഗേറ്റൊക്കെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഒരു സോള് ചോദിക്കുകയാണ്, നിങ്ങളോട് സമയം എത്ര പറഞ്ഞിരുന്നത് ഞങ്ങൾ കുറച്ച് വൈകിയല്ലേ? പക്ഷെ ഞങ്ങളോടൊന്നും വരല്ല പറഞ്ഞിരുന്നത്, ഞങ്ങളോടൊരു 3 മണി ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം സോറി എവിടെയോ കമ്മ്യൂണിക്കേഷൻ വന്നാണ് സോറി. അപ്പൊ ഞങ്ങള് ഗേറ്റ് എത്തിയപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ അടുത്തെത്തിയപ്പോ തന്നെ ഇവിടുത്തെ പവർ കണ്ടു തുടങ്ങി. ആ പവർ ഞങ്ങൾ റൊമാൻസ് ചെയ്യുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇതുപോലെയുള്ള തിയേറ്റർ റെസ്പോൺസസ് ആണ്. അത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും 14th പോയി പറ്റുമെങ്കിൽ കോളേജ് എല്ലാവരും പോകും. അത് മതി പടം ഹിറ്റാവാൻ. അപ്പൊ ട്രെയിലറൊക്കെ കണ്ടോ എല്ലാവരും? കണ്ടിട്ടില്ലെങ്കിൽ 14ാം തീയതി നമുക്ക് പൊളിക്കാം. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ജെകെ. ഞാൻ പറയാം. അതായത് എന്താ 2024 ഇറങ്ങിയ പ്രേമലൂടെയല്ല നമുക്ക് ഇത്രയും സുപരിചിതം. ആ ജെകെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ജെകെ നീ ഒന്നും എഴുതി വെച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഇപ്പൊ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്ക്രീനിൽ അമൽ ഡേവിസ് ആദ്യമൊക്കെ ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ആലോചിച്ചാൽ ഈ തെണ്ടിക്കരെ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലേറ്റായി വന്നതിന് സോറി, ഇങ്ങോട്ട് കയറാൻ നേരത്തെ ആളുണ്ടായിരുന്നില്ല, എല്ലാം പറഞ്ഞു. ഞാൻ ഇനി എന്താ പറയാനോ. എന്തായാലും താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു സ്പേസിനകത്ത് തന്നെ ഇത്രയും എനർജി കണ്ടപ്പോൾ ഭയങ്കര. നമ്മൾ നേരത്തെ പോയ കോളേജിൽ ഒരുപാട് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്ര സ്പേസ് ഇല്ല. പക്ഷെ അതിന്റെ ഇരട്ടി എനർജി ഇവിടെ ഉണ്ട്. ഞങ്ങൾ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. അപ്പോൾ ഈ എനർജിയോട് കൂടി തന്നെ 14ാം തീയതി തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളുടെ ഫിലിം കാണുക. അത് പറഞ്ഞാൽ അപ്പോൾ ഈ എനർജിയോട് കൂടി തന്നെ ഞങ്ങളുടെ ഫിലിം കാണുക. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ താരതമ്യേന തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ പുതുമുഖമാണ് ഞങ്ങളുടെ സ്വന്തം അംബരീഷ്. അപ്പൊ അതുകൊണ്ട് ആദ്യം അമൽ ഡേവിസിനൊക്കെ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഷിൻഡോയെയും ഹരിഹര സുധനെയും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഞാൻ പൊക്കോളാം. കൈയടിക്കണ്ട, ഞാൻ പൊക്കോളാം. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ കോളേജ് കുമാരാണ്. ആദ്യം മുതലേ തന്നെ അഭിനയവും തെരഞ്ഞെടുപ്പും ഹലോ അടിപൊളിയാണ്. ഫുള്ളാണ്. ഞാൻ എന്ത് പറയാൻ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മറ്റേ കൂടുതലും അവിടെ വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കാനാണ് താല്പര്യം. സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കുന്ന കുറച്ച് സീനാണ്. ഇതൊക്കെ പറ്റുള്ളൂ നമുക്ക്. അത് അവിടെ നിന്ന് ഫുൾ ഓണായിട്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കാനാണ് മറ്റേ കൂടുതൽ. അപ്പോൾ പെറ്റ് ഫുഡിന് പടം ഇറങ്ങുന്നുണ്ട്. എല്ലാവരും കാണാൻ അറിയിക്കുക, എന്താണ് അവസ്ഥ എന്നൊക്കെ പറയാ. അടിപൊളി പരിപാടിയാണ്. ഞാൻ അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ഇവർക്കൊക്കെ പറയാനുള്ളതല്ലേ എനിക്കും പറയാനുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ 80s എൻ്റെ അപ്പൻ പഠിച്ച കോളേജാണ്.
സാധിച്ചതിനും സ്റ്റേജില് ഇവരുടെ കൂടെ നിൽക്കാൻ ഒരു അവസരം തന്ന എന്റെ ഫാമിലിയുടെ നന്ദി അർപ്പിച്ചോളൂ. എന്തോ എന്റെ നാടേ പറയോ എന്റെ നാട് കോട്ടെ ഞാനിവിടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ കോട്ടക്കട എന്റെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും എന്റെ വീട്ടിൽ. എന്റെ വീട്ടിലിരിക്കുന്ന അമ്മച്ചി കേൾക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു കൈ